ടേസ്റ്റി ആയിട്ടുള്ള പൊക്കുവട ചാട്ട് റെഡിയായി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യും. എൻ്റെ സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പൊക്കുവട ചാട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പൊക്കുവട ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ഉള്ളിയും ഒരു ഉരുളക്കിഴങ്ങും എടുത്തു. ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങ് നന്നായി ചെറിയ പീസസായി കട്ട് ചെയ്തു. അതിലേക്ക് കൊത്തിയരിഞ്ഞ ഒരു ഉള്ളിയും കട്ട് ചെയ്തിട്ടു. പിന്നെ ഒരു പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് ഇട്ടു. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടു. കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു. ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അത് ഇത്ര മതി, കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പൊടി ചേർക്കും. നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് പിന്നെ ചേർക്കാം നമുക്ക്. ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊക്കുവട ഉണ്ടാക്കാനുള്ളത്. ഇതിലിപ്പോൾ കടലപ്പൊടി കുറച്ച് കുറവായി തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കുക. കുറച്ച് കുറവുമാതിരി തോന്നുന്നുണ്ട്, വീണ്ടും കുറച്ചും കൂടി കടലപ്പൊടി ചേർക്കുക. പൊടി ചേർത്ത് പൊക്കുവട ഉണ്ടാക്കിയെടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് പൊക്കുവട ഓരോരോ പീസസായിട്ട് കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഒക്കെ ആക്കി എടുക്കാം കേട്ടോ. ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റും. ഇനി വീണ്ടും അടുത്ത സെക്ഷൻ ഇടുക. കൂടുതൽ ഇടണമെങ്കിൽ ഇടാം, പക്ഷേ ഇത് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്താൽ നന്നായിരിക്കും. ഇതിലേക്ക് നമുക്ക് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. അതിന് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. മല്ലിയില കൂടുതലെടുക്കുക, പുതിനയില കുറച്ചെടുത്താൽ മതി. ഒരു ബഞ്ച് ഒന്നും എടുക്കണ്ട. അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഒരു 4-5 കാഷ്യൂ നട്ട്സും ഇട്ടിട്ട് നന്നായിട്ട് ഒരു മിക്സിയിൽ അരച്ചെടുക്കുക. ഉപ്പും ചേർക്കണം കേട്ടോ. ഒക്കെ ഫ്രൈ ചെയ്തെടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊക്കോട. ഇനി നമുക്ക് 3 ചട്നി ഇതിനായിട്ട് ഉണ്ടാക്കണം. അതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുക. ഒരു ചട്നി റെഡിയായി. വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡേറ്റ്സ് വൃത്തിയാക്കി വെച്ചു, കഴുകി വൃത്തിയാക്കി. അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി കുതിർന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് പുളി കുറച്ച് വെള്ളത്തിലിട്ട് നന്നായി സ്ക്വീസ് ചെയ്തെടുത്തു. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ഡേറ്റ്സ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പുളിവെള്ളം നന്നായി തിളപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. നന്നായി തിളപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അരച്ച് വെച്ച ഡേറ്റ്സ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഈ ചട്നി കുറച്ചധികം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ദോശയുടെ കൂടെ അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഈ ചട്നി. ഒരു ചേഞ്ചിന് അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്ത ചട്നി ഒരു 3 തക്കാളി തിളപ്പിക്കാൻ വെച്ചു. നന്നായി ചൂടായിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ശർക്കര ഇടണം. മുളക് പൊടി ഇടുക. 1/2 കപ്പ് നിറച്ച് വേണ്ട, അതിൽ കുറച്ചിട്ട് ഒരു ശർക്കര പൊടിച്ചത് ചേർക്കുക. കുറച്ച് തിക്കായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പുളിച്ചട്നി നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
എല്ലാത്തിനും കൂടി കഴിക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല സ്വീറ്റുമാണ്, പുളിയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ചട്നി. നന്നായി മിക്സ് ചെയ്തു. അതിൽ ശർക്കര ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല പൊടിയിലേക്ക് ഇടും. ഇത് റെഡിയായി കഴിഞ്ഞു. വേണമെങ്കിൽ കുറച്ച് കാലാനമക്കും ഇടാം. പുളിച്ചട്നിയും റെഡിയായി. പൊക്കുവട ചാട്ടിനുള്ള പുളിച്ചട്നിയും റെഡിയായി. ഇതിന് മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കര കൂടുതൽ ചേർക്കാം കേട്ടോ. ചട്നി തക്കാളി ചട്നിയാണ്. 2 തക്കാളി വേവിക്കാൻ വെച്ചു. ഇനി അത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിൻ്റെ തോലടത്തി മാറ്റിയിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. വെന്തോ തണുത്തതിന് ശേഷം ഇതിൻ്റെ തോലടത്തി മാറ്റിയിട്ട് നമുക്ക് ഒരു ചട്നി, ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. നന്നായി വേവിച്ചതിന് ശേഷം തോലൊക്കെ മാറ്റി നന്നായി ഉടച്ചു കൊടുക്കുക. വെറുതെ ഒന്ന് ഉടച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ഒരു റാഡിഷ് നന്നായി ഗ്രേറ്റ് ചെയ്തിടുക. ഉപ്പിടുക. തക്കാളി ചട്നി റെഡിയായി. അത്രയേ ഉള്ളൂ. ഒരു വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ഒരു തക്കാളി ചട്നിയാണ്. റാഡിഷ് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക. കുറച്ച് മതി. ഒരു 2 തക്കാളിയിലേത് ഒരു കുറച്ച് പകുതിയും എടുക്കണ്ട, കുറച്ച് റാഡിഷ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഉപ്പിടുക. അങ്ങനെ തക്കാളി ചട്നി റെഡി. ഉപ്പിട്ടതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത റാഡിഷ് അതിലേക്ക് ഇടുക. ഇത് മതി. അങ്ങനെ തക്കാളി ചട്നി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ട് തക്കാളി ചട്നി. അങ്ങനെ 3 ചട്നി റെഡിയായി. 3 ചട്നി റെഡിയായി. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് സെർവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇത് പൊക്കോടയുണ്ട്. പൊക്കോട വേണമെങ്കിൽ എല്ലാത്തിലും മുക്കിയിട്ട് കഴിക്കാം. അല്ലാതെ നമുക്ക് ഇതൊക്കെ കൂടി ചാട്ടായതുകൊണ്ട്, പൊക്കോട ചാട്ടായതുകൊണ്ട് എല്ലാം ഇതിലേക്ക് ഒഴിച്ചു. ഈ ചട്നികളൊക്കെ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇപ്പോൾ ഗ്രീൻ ചട്നി ഒഴിക്കുക. ഗ്രീൻ ചട്നി ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ടൊമാറ്റോ ചട്നി അത് ഒഴിക്കുക. ടൊമാറ്റോ ചട്നി ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം ചെയ്തിട്ട് കഴിക്കുക. മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് സേവും, ചെറിയ മിക്സ്ചറില്ലേ, അധികം എരിവില്ലാത്തത്, ഇത് ഹോം മെയ്ഡാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊക്കോട ചാട്ട് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്. ആ 3 ചട്നി ഉണ്ടാക്കുന്ന ഒരു തിരക്കേൽ കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുന്നു. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇത്. സേവ് കൂടുതൽ വേണമെങ്കിൽ, ഈ മിക്സ്ചർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കും. തയ്യാറാക്കാനായിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് പൊക്കോട എടുത്തൊരു ബൗളിലെടുത്തിട്ട് ഈ പുളി ചട്നി നന്നായിട്ട് ഒഴിക്കുക. പുളിച്ചട്നി ഒഴിക്കുക. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് ചട്നിയാണ് കൂടുതൽ. പിന്നെ ഈ ഗ്രീൻ ചട്നി ഒഴിക്കുക, മല്ലിയിലേൻ്റെ ചട്നി ഒഴിക്കുക, പിന്നെ റാഡിഷും തക്കാളിയും ഇട്ട ചട്നി ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു ചാട്ടിനിടാനായിട്ട് ഈ മിക്സ്ചർ കുറച്ചിട്ടിട്ട് നന്നായിട്ട് സെർവ് ചെയ്യുക. വേണമെങ്കിൽ മല്ലിയിലയൊക്കെ മുകളിൽ ഇടാം. പക്ഷേ മല്ലിയില ചട്നി ഉണ്ടല്ലോ, അപ്പോൾ ഇനി മല്ലിയില വേണ്ട. അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് സെർവ് ചെയ്യുക.